ഭാഗ്യപരീക്ഷണമാണോ പോലീസിനും സിബിഐക്കും കേസ് അന്വേഷണം? ജസ്ന തിരോധാന കേസിൽ എന്താണ് തച്ചങ്കരിയുടെ നിലപാട്? ലോകത്ത് പല കേസുകളും ഇങ്ങനെ തെളിയപ്പെടാതെ കിടക്കുന്നുണ്ട്. ടൈറ്റാനിക് തന്നെ മുങ്ങിപ്പോയിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അതിന് യഥാർത്ഥ ചിത്രം കിട്ടിയത്. ടൈറ്റാനിക് മുങ്ങിയിട്ട് എത്രയോ കാലം കഴിഞ്ഞു കണ്ടുപിടിക്കാനുമെന്ന് ടോമിൻ തച്ചങ്കരി ചോദിക്കുമ്പോൾ അതേ നിലപാട് തന്നെയാണോ ജസ്നയുടെ തിരോധാന കേസിലും എന്നുള്ള മറു ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഞങ്ങൾക്കും സമയം വേണമെന്ന് തച്ചങ്കരി പറയാതെ പറയുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ചാലും ഇതൊരു ലക്കാണ്. ആ കണ്ണുകൾ ഇങ്ങനെ മുന്നോട്ട് പോകണം. ആ കണ്ണുകൾ പൊട്ടിക്കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലക്കാണ്. ഒരു ശ്രേണിയിൽ അങ്ങ് പിടിച്ചു പോകുമ്പോൾ എവിടെങ്കിലും ഒരു മിസ്സിങ് വന്നാൽ പിന്നെ ടൈം എടുക്കും അത് തെളിയാൻ. അങ്ങനെ ഈ തിരോധാനവും എന്തെങ്കിലും തെളിയിക്കപ്പെടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കണം എന്നാണോ തച്ചങ്കരി പറയുന്നത്? നോക്കൂ, അത്തരത്തിൽ ഒരു ഭാഗ്യകാലം സിബിഐക്ക് വരുന്നതുവരെ കേസ് തെളിയിക്കപ്പെടാൻ നമ്മൾ കാത്തിരിക്കണമെന്നാണ് തച്ചങ്കരി പറയാതെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒന്നുകൂടി ചോദിക്കുകയാണ്, എന്താണ് ഈ ജസ്ന തിരോധാന കേസിൽ ടോമിൻ തച്ചങ്കരിയുടെ നിലപാട്? എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ ഒരു ഭാഗ്യപരീക്ഷണമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അല്ലെങ്കിൽ കാത്തിരിക്കൂ, എന്തെങ്കിലും കേസ് തെളിയിക്കപ്പെടുമെന്നാണ്. 5 വർഷമായി ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതായിട്ട്. കൃത്യമായി പറഞ്ഞാൽ 2018 മാർച്ച് 22-ാം തീയതിയാണ് ജസ്ന എന്ന പെൺകുട്ടിയെ കാണാതാകുന്നത്. കോട്ടയം പത്തനംതിട്ട അതിർത്തിയിലുള്ള വെച്ചിച്ചിറയിൽ നിന്നും എരുമേലിയിലേക്ക് യാത്ര പോകുന്ന വഴിയിലാണ് ജസ്നയെ കാണാതാകുന്നത്. KSRTC ബസ്സിൽ കയറി യാത്ര ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അവരെ കണ്ടത് എരുമേലി വരെയുള്ളവർ മാത്രമാണ്. അതായത് എരുമേലിക്ക് ശേഷം ജസ്നയെ കണ്ടവർ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. കേസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യം ലോക്കൽ പോലീസ് ആയിരുന്നു കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിനും കേസ് തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പിന്നീട് നാഷണൽ ഏജൻസിയായി CBIക്ക് കേസ് കൈമാറുകയായിരുന്നു. പലതരത്തിലും തുടക്കം മുതലേ ദുരൂഹത നേളിച്ച കേസായിരുന്നു ജസ്നയുടെ തിരോധാന കേസ്. പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ആ സംശയ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്ന് പറയുന്നത്. സ്വന്തം കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനും ഉറ്റ സുഹൃത്തുക്കൾ വരെ ആ സംശയത്തിന്റെ നിഴലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരെയെല്ലാം ചോദ്യം ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള തുമ്പും ലഭിച്ചിട്ടില്ല. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ജസ്ന പോയ സമയത്ത് ജസ്നയുടെ മൊബൈൽ ഫോൺ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ ജസ്നയുടെ മൊബൈൽ ഫോൺ മനഃപൂർവ്വം ജസ്ന മറന്നു വെച്ചതാണോ എന്നുള്ളൊരു ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലെ ഫോൺ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം മുഴുവൻ. അങ്ങനെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ആ അന്വേഷണത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം നമ്പറുകളാണ് പോലീസ് സംശയത്തിന്റെ നിഴലിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അഥവാ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തുമ്പും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ CBIക്ക് കേസ് കൈമാറുന്ന സമയത്ത് വലിയ പ്രതീക്ഷയായിരുന്നു ഈ ജസ്ന തിരോധാന കേസിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കും, ജസ്നയുടെ തിരോധാനത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ള തരത്തിലുള്ള വലിയ പ്രതീക്ഷ CBIക്ക് മേൽ ജനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. വലിയ വാർത്തയുമായിരുന്നു അത് എന്ന് പറയുന്നത്. ഇന്നലെ CBIയുടെ റിപ്പോർട്ട് വന്നു. CBI റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല, തെളിവുകളൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ്. അതോടെ ആ പ്രതീക്ഷകളും അസ്തമിച്ചു. കൊലപാതകം, ആത്മഹത്യ, പ്രണയിച്ചുള്ള ഒളിച്ചോട്ടം, ഇതിക്കും മേലെ രാജ്യാന്തര മത തീവ്രവാദ സ്വാധീനം തുടങ്ങി പലതരത്തിലാണ് ഈ കേസിന്മേലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അതേസമയം തന്നെ ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള മറ്റ് ആരോപണങ്ങളും മറ്റ് ഊഹാപോഹങ്ങളും വേറെയുമുണ്ട്. ജസ്ന മതം മാറി മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വേറെയാണ്. പക്ഷേ അതെല്ലാം തന്നെ ഒരു പ്രതീക്ഷ നൽകിയിരുന്നു. ജസ്ന എന്ന് പറയുന്ന ആൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രതീക്ഷയുമായിരുന്നു. അതുകൊണ്ട് തന്നെ CBI ഈ കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഒരു കേസിനെ എല്ലാവരും സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ CBIക്ക് പോലും തെളിവുകൾ കണ്ടെത്താനായി സാധിച്ചില്ല. CBIക്ക് പോലും ജസ്നയുടെ തിരോധാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാന വസ്തുത. മാത്രമല്ല, ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഉറ്റവരെയും ഉടയവരെയും ഒരുപാട് തവണ ചോദ്യം ചെയ്തെങ്കിലും യാതൊരു തരത്തിലുള്ള തുമ്പൽ ലഭിച്ചിട്ടില്ല. ജസ്നയെ കാണാതായ ദിവസം തന്നെ 16 തവണയോളം ജസ്നയുടെ ഫോണിലേക്ക് വിളിച്ച ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെയും ചോദ്യം ചെയ്തു. പക്ഷേ അതിൽ നിന്നും യാതൊരു തരത്തിലുള്ള തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞു വെച്ചത് ജസ്ന കേസ് അഥവാ ജസ്ന തിരോധാന കേസ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു, എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, എത്രമാത്രം ദുരൂഹമാണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയാണ്. അതായത് കേരളം ഇന്നും ആശങ്കയോടെ കാണുന്ന ഒരു കേസ് തന്നെയാണ് ജസ്ന തിരോധാന കേസ്. ആ കേസിന്മേലാണ് ഇന്നലെ
CBI റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ടോമിൻ തച്ചങ്കരിയോട് മാധ്യമങ്ങൾ ഇതേപ്പറ്റി സംസാരിക്കുന്നത്. ഇതേപ്പറ്റി അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിനാണ് ഇത്രയും ലാഘവത്തോടെയുള്ള, ഇത്രയും നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള മറുപടി അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? പോലീസിന്റെ ഭാഗ്യപരീക്ഷണത്തിനോ അഥവാ പോലീസിന്റെയും CBIയുടെയും ഭാഗ്യകാലം തെളിയുന്നതുവരെ നമ്മൾ കേസ് തെളിയിക്കപ്പെടാനായിട്ട് കാത്തു നിൽക്കണമെന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ടൈറ്റാനിക് മുങ്ങിയിട്ട് ഒരുപാട് കാലം എടുത്തില്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സുകുമാരക്കുറുപ്പിനെതിരെയും കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് ജസ്നയും കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു ആശയം കൂടി വരുന്നില്ലേ? അത്തരത്തിലുള്ള ആശയം കൂടി ഇപ്പോൾ വിമർശകർ പോലും പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ടോമിൻ തച്ചങ്കരി ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ മാത്രമായിരുന്നില്ല അന്വേഷണം നിന്നിട്ടുണ്ടായിരുന്നത്. കുടക്, ബംഗളൂരു, ചെന്നൈ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടായിരുന്നു പോലീസ് കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ചില സമയങ്ങളെല്ലാം വനപ്രദേശങ്ങളിലേക്ക് കൂടി കേസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയെല്ലാം കേസ് അന്വേഷിച്ചിട്ടും ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഉത്തരവും നൽകാനായിട്ട് CBIക്കോ പോലീസിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോഴും ജസ്നയുടെ തിരോധാന കേസിൽ ചില ചോദ്യങ്ങൾ നേളിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത്, ജസ്ന മരിച്ചിട്ടുണ്ട് എങ്കിൽ അഥവാ ജസ്ന ജീവിച്ചിരിപ്പില്ല എങ്കിൽ ജസ്നയുടെ മൃതദേഹം എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം. ഇനി ജസ്ന ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അഥവാ ജസ്നയെ കണ്ടെത്തി എന്നുള്ള പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്ന ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അത് എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് കണ്ടെത്താനായി സാധിക്കാത്തത് എന്നുള്ള ചോദ്യം. ഇത്രയും ദുരൂഹതയും ഇത്രയധികം സംശയങ്ങളും നേളിക്കുന്ന സമയത്താണ് ടോമിൻ തച്ചങ്കരി പോലുള്ള ഒരു മുൻ IPS ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇത്രയും ലാഘവത്തോടു കൂടി സംസാരിക്കുന്നത്. എന്തു തന്നെയായാലും ടൈറ്റാനിക് മുങ്ങിയിട്ട് എത്ര കാലം എടുത്തു കണ്ടെത്താനായിട്ട് എന്ന് ചോദിച്ച അതേ ലാഘവത്തോട് തന്നെയായിരിക്കില്ലേ അദ്ദേഹം ഈ കേസിനെ സമീപിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു ആശങ്ക കൂടി അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.